ഓ നല്ല എരു, ഇത്തിരി പുട്ടുകൂടാ. സാറേ, സ്വന്തം വയറ്റിനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഇത്ര ആക്രാന്തത്തോടെ വെട്ടി വിഴുങ്ങുന്നു. 2 ചായ കൂടി. എന്തിനാ സാറേ കയ്യിലെ കാശും കൊടുത്തിട്ട് വെറുതെ വയറ്റിന് ദേനക്കേട് ഉണ്ടാക്കി വെക്കുന്നേ? കയ്യിലെ കാശോ? താനല്ലേ ഇന്നലെ പറഞ്ഞു സ്വന്തം കട പോലെ കരുതിക്കൊള്ളണമെന്ന്? കരുതാനല്ലേ പറഞ്ഞുള്ളൂ, സ്വന്തം ആക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഫ്രീ ആയിട്ട് തിന്നോളാൻ പറഞ്ഞതോ? ഞാനങ്ങനെ വെള്ളത്തിൽ വെറുതെ പലതും പറയും. അത് കേട്ട് ആൾക്കാലം വരെ ഓസിരി ഞണ്ണാവെന്ന് കരുതിയോ? കാശെടുക്ക് സാറേ. നീ നിന്നാ ഞാൻ നിൽക്കാം, പക്ഷേ നീ നിന്നാലും ഞാൻ നിൽക്കൂല. നിന്നോട് അവിടെ നിൽക്കാനാണ് പറഞ്ഞു. അവിടെ നിൽക്കടാ, അവിടെ നിൽക്ക. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പേരും പറഞ്ഞ അവിടെ പോയി വെട്ടി വിഴുങ്ങരുന്ന്. ഇപ്പൊ എന്തായി? നാറിയില്ലേ? കൊണ്ടു കൊടുക്കടാ പൈസ. കാശ് കൊടുക്കണ്ടെന്ന് ഓർത്തല്ലേ ഞാൻ വാരി വലിച്ചു തിന്നത്. ഛേ, നാണക്കേടായി പോയി. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ റൗഡി വാസുവിനെ കടയിൽ കയറ്റി ഒന്നുകൂടെ തല്ലിയാലോ? അതെ, നമ്മൾ ചെല്ലുമ്പോ അവൻ നിന്ന് തരാൻ പോവല്ലേ തല്ലാൻ. അവൻ റൗഡിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എനിക്ക് പോലും തല്ലാനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നാളെ രാവിലെ പൈസ കൊണ്ടേ കൊടുത്തേക്കണം. ഇനി എന്തിനാ പൈസ കൊണ്ടേ കൊടുക്കണത്? പിന്നെ ആ വഴി പോകാതിരുന്നാ പോരെ? പോരുന്ന പോരെ? മതിയാ? 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 മതിയല്ലേ? എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, പ്രശ്നം നീ തന്നെ. വണ്ടിയുടെ ലൈസൻസ് ശരിയാക്കി തന്നതിന്റെ പൈസ ഇവിടെ. ഒന്നും പറയണ്ട, ഇതുപോലെ പൈസ തരാനുള്ള ഒരുവനെ ഞാൻ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൈസ പോയിക്കോ, ലൈസൻസ് കട്ട് ചെയ്യുന്നതിന് പോയിക്കോ. 2-3 ദിവസം കൂടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകും. അതോ നീ പോലെ നീ പോയാൽ ഞാനും ഒറ്റക്കാവൂലേ? നീ ആ കമ്പനി മുതലാളിയുടെ അടുത്ത് തന്നെ അല്ലേ? അയാളുടെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കണം. കാല് പിടിക്കാനോ? കണ്ടവന്റെ കാല് പിടിച്ചിട്ടുള്ള ജോലിയൊന്നും എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, അയാളുടെ താടിക്ക് പിടിച്ചിട്ട് ഒരു ജോലി തരാൻ പറ. എടാ, കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ദിവസേന എന്ന് അയാളെ ശല്യപ്പെടുത്തിയ ഈ മാരണം ഒഴിയട്ടെ എന്നെങ്കിലും കരുതി അയാൾ നിനക്കൊരു ജോലി തരാതിരിക്കില്ല. ഏയ്, അയാളൊരു പ്രത്യേക ടൈപ്പാ. എനിക്കൊന്നും തോന്നുന്നില്ല അയാൾ ജോലി തരുന്നു. അച്ഛൻ അറിയണ്ട. എനിക്കും അതാ പേടി. അച്ഛൻ അറിഞ്ഞ ആകെ കുഴപ്പമാവും. ശ്രമിച്ചാൽ നടക്കും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ജോലി തരില്ലാന്ന് അയാൾ തീർത്തു പറഞ്ഞില്ലേ? നാളെ ആയാലോ? ആ, നാളെ ഒന്നുകൂടെ അയാളെ പോയി കാണാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്തിന്? ആരുമില്ല, ഓല്ലേ? ഇവിടെ ഞാൻ അടിമോളും തൊടാൻ നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ അടി കൊള്ളാതെ മോളെ തൊടാൻ പറ്റുമോ നോക്കണം. നീ ഈ പ്രദേശത്തുള്ള എല്ലാത്തിനും വളച്ചിട്ടിരിക്കുകയാണല്ലേ? എടാ, ഞാൻ എന്ത് ചെയ്യാനാടാ? എല്ലാവർക്കും എന്നെ തന്നെ പ്രേമിക്കണം. ഇതാണ് ഗ്ലാമർ കൂടിയുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഈ ഗ്ലാമർ കുറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ഗ്ലാമർ കുറയ്ക്കാനും ബുദ്ധി കൂട്ടാനും ഒരു മാർഗവും ഇല്ല. ക്ലാസ് 4 ജീവനക്കാരുമായി ഞാൻ സംസാരിക്കാറില്ല. എനിക്ക് എം ഡിയുമായി വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വഴി തടസ്സം ഉണ്ടാക്കരുത്. എന്താണെന്ന് പറഞ്ഞാൽ എം ഡിയെ കാണാൻ പറ്റും, അത് അവിടുത്തെ നിയമം. പക്ഷെ എന്റെ നിയമം അതല്ല. ഇത് ഞങ്ങൾ രണ്ടാളും മാത്രം അറിയേണ്ട കാര്യമാണ്. നിങ്ങളോട് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാനും അതന്നെ പറഞ്ഞത്, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അവിടെ നിൽക്കാൻ ഇയാൾ എവിടേക്കാ കയറി പോകുന്നത്? എനിക്ക് വഴി തടസ്സം ഉണ്ടാക്കുന്നതും എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എം ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് നിങ്ങൾ അനുവദിക്കില്ലെന്ന് വെച്ചാൽ ഇതെന്താ കയ്യേറ്റത്? നിക്കണം അവിടെ. ഇടോ, ഞാൻ എന്റെ സ്വന്തം കയ്യിലെ കാശും കൊടുത്ത് ടാക്സി പിടിച്ചോണ്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടിയിട്ടല്ല. അല്ല, ഈ കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാലുണ്ടല്ലോ തന്റെ എം ഡി ഞെട്ടും. എന്താ അവിടെ? ഗുഡ് മോർണിംഗ് സർ. എനിക്ക് സാറിനോട് വളരെ പ്രൈവറ്റ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് ഞാനും സാറ് മാത്രമേ അറിയാവൂ. സംതിങ് പ്രൈവറ്റ്. പക്ഷേ ദാ ഇയാൾ സമ്മതിക്കുന്നില്ല. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. എം ഡിയുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് എങ്ങനെ പറയും? ഒരു സാധാ പ്യൂണിന്റെ അടുത്ത് എങ്ങനെ പറയും? വാട്ട്സ് മാറ്റർ? സാറും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? വളരെ സീക്രട്ടും തികച്ചും പേഴ്സണലുമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാറ് മാത്രമേ അറിയാവൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അത് സാറിന് മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കൊന്നുമില്ല, ഞാൻ പറയാം. ഇവരോട് കേൾക്കട്ടെ. എന്തിനാണ് സാർ ഇവര് മാത്രമാകുന്നത്? ഓഫീസിലെ കംപ്ലീറ്റ് സ്റ്റാഫിനെ വിളിക്കണം സാർ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. സ്റ്റാഫ് അറിഞ്ഞാൽ സാറിനാണ് അതിന്റെ മോശം. വേറെ ഒന്നുമല്ല. കമ്മിറ്റ്മെന്റ് എന്താ കാര്യം പറയും? സാറിങ്ങനെ ടെൻഷൻ ആവാതെ ഇരിക്കണം. സമാധാനമായിട്ട് കേൾക്കേണ്ട കാര്യമാണ് സാർ. വേറൊന്നുമല്ല, സാറിന്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി തന്ന് സഹായിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി ഇറന്ന് ചത്തുപോകും സാർ. അപ്പൊ ജോലി ഔട്ട് മാൻ. സാർ ഇത്രയും ക്രൂരനാവരുത്. ഞാൻ പൊയ്ക്കോളാം. ജീവിക്കാൻ വേറെ ഒരു മാർഗം ഇല്ലാതാവുമ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം സാർ. സൂയിസൈഡ്.
പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന് സമാധാനം പറയേണ്ടത് സാറായിരിക്കും. ഒരു അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരന്റെ ആത്മാവ് നിത്യശാന്തി കിട്ടാതെ സാറിന്റെ കാറിന്റെ പുറകെ കിടന്ന് അലയില്ല. താങ്ക് യു സാർ. എടാ അച്ചു, എടാ നീ ഇത് എവിടെയായിരുന്നു? ഞാൻ വീട്ടില്, സത്യമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോഴാ അതാ കിടക്കുന്നു ശാന്തമ്മയും കുട്ടികളും. എന്തു പറ്റി, വീണ? ആ എങ്കിൽ സാരമില്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു തരം പുതിയ സൂക്കറുണ്ടല്ലോ, വയർലെസ് ഫീവർ. വയർലെസ് ഫീവറേ. അതെന്ത് സാധനാടാ? പനി പനി. ഞാൻ വിചാരിച്ചേ ഈ സായിപ്പുമാര് കണ്ടുപിടിച്ച ഒരു തരം രോഗം ഉണ്ടല്ലോ, അതാണെന്ന്. അത് നമുക്കല്ലേ. അയ്യോ, ഇത് നമ്മുടെ വണ്ടിയാണല്ലോ. സാറേ, എന്താണാവോ പ്രശ്നം? വണ്ടി എന്താ മാറ്റിയിട്ടിരിക്കുന്നത്? കാറ് കേടായി. അല്ല, ഞാൻ നോക്കാം സാർ. വേണ്ട വേണ്ട, താൻ ഇന്ന് ലീവാണോ? അതെ സാർ, ശാന്തമ്മയും കൊണ്ട് ആശുപത്രി പോകേണ്ട ദിവസമാണ് സാർ. നാളെയും ഞാൻ ലീവാണ് സാർ. ശാന്തമ്മയും കൊണ്ട് തിരിച്ചു വരേണ്ട ദിവസമാണ് സാർ. വേറെ വണ്ടി വിളിക്കട്ടെ സാർ? വേണ്ട വേണ്ട. ഓട്ടോ നേരെ പോട്ടെ. സാറേ, സാറേ, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. സാറ് പോയ ഉടനെ ഞാൻ കയറി ഒറ്റയടി ഇതാ കിടക്കുന്നു. വണ്ടി സ്റ്റാർട്ടായി. ഞാൻ സാറിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം വിളിച്ചറിയാവോ? സാറ് കേട്ടില്ല. എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു കുഴപ്പമില്ല സാറേ, ഞാൻ ഓടിക്കാം സാറേ. വേണ്ട. അല്ല, ഞാൻ എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ദിവസമല്ലേ? ഈടെ ഇത്രക്ക് നിസ്സാരമായ ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ ആണാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? നീ പറയുന്നത് പോലെ നിസ്സാരമല്ല കാര്യം. മാരുതിയിൽ ചെത്തി മിന്നി നടക്കുന്ന ആ പെണ്ണിന്റെ പുറകെ പോകാൻ എന്റെ കയ്യിൽ കാറോ ബൈക്കോ എന്തെങ്കിലും ഉണ്ടോ? നിനക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. ഇല്ലെന്ന്. ഒരു മിന്നൽ പോലെ പാഞ്ഞു പോകുന്നുണ്ട്. എടാ, അയാൾ പറയുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യം. അയാൾക്ക് ഈ പെണ്ണിനോട് ലൈനുണ്ടാവും, ഈ പെണ്ണിനാണെങ്കിൽ വേറെ ആളുണ്ടാവും. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണെന്നും അമേരിക്കക്കാരൻ കെട്ടാൻ പോണെന്നൊക്കെ നിന്നോട് പറഞ്ഞത്. ഞാൻ ആ പെണ്ണിന്റെ കൂടെ ആരെയും കണ്ടില്ല. അയാൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. നീ അത് ക്ലിയർ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ അവസരം മുതലെടുത്ത് ആ ജോലി ഒപ്പിച്ചെടുക്കാൻ നോക്ക്. ആ പെണ്ണിന് ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണല്ലോ അയാളുടെ സംശയം. അത് ശരിയാണെന്നും അവര് തമ്മിൽ പല സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ അയാളെ പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിക്കറ. ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാനൊന്നും ഞാനില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പണിയും വേണ്ട. എന്നാ നീ സത്യം പറയുന്ന കുഞ്ഞാടായി കഴിഞ്ഞോ? എടാ, നമ്മൾ അറിയാത്ത ഏതോ ഒരു പെണ്ണ് ഇനി എന്തൊക്കെ അപവാദങ്ങൾ കേട്ടാലും ഇയാളല്ലെങ്കിൽ വേറൊരാൾ അവളെ കിട്ടും. വലിയ വീട്ടിലെ പെണ്ണല്ലേ, വേണമെങ്കിൽ നീ ഒന്ന് മുട്ടി ഓടാടുന്നു. അതിനൊന്നും എന്നെ നോക്കണ്ട. എടാ സുധി, നല്ലൊരു ജോലി അയാൾ ഓഫർ ചെയ്തിരിക്കുന്നു. ഉള്ള അവസരം കളഞ്ഞു കുടിക്കല്ലേ. ഞാൻ പറയുന്നത് പോലെ ഒരു കളി കളിച്ച നിനക്ക് ജോലി ഉറപ്പാ. അതിന് ആദ്യം നേരെ ചൊവ്വ ആ പെണ്ണിനൊന്ന് കണ്ടു കിട്ടണ്ടേ? അതിനെന്ത് ചെയ്യും? ഈ ഫോട്ടോ കണ്ടാ തന്നെ അറിയാം ഇവളാള് കുഴപ്പമാണെന്ന്. ഈ കണ്ണും നെറ്റിയും മൂക്കും എല്ലാം കൂടെ ഒരു വശപ്പെശകന്റെ സിമ്പലാണ് ഇവൾ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എനിക്കിതുപോലെ പല പെണ്ണുങ്ങളെയും പരിചയമുള്ളതുകൊണ്ട്. പക്ഷേ ഇത് അതുപോലത്തെ പെണ്ണൊന്നുമല്ല. നല്ല അടക്കവും ഒതുക്കവും വിനയവും ഒക്കെ ഉള്ള പെണ്ണ. ഇനി എന്റെ ഊഹം തെറ്റിയതായിരിക്കൂ. ഈ പെണ്ണിനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന അയാളെ വേണം രണ്ട് പൊട്ടിക്കാൻ. നീ പൊട്ടിക്കാൻ ചെല്ലുമ്പോ പൊട്ട അയാളെന്താ പടക്കം മാറ്റാണോ? എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ അവസരം മുതലാക്കി അവിടെ ഒരു ജോലി ഒപ്പിച്ചെടുക്കാൻ. അതിനുവേണ്ടി ഈ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. നീ നന്നാവൂല. നീ നാളെ തന്നെ പോയി അയാളോട് പറ, അവള് കന്യാമറിയത്തിന്റെ അവതാരമാണ്, പളുങ്ക് പോലെ പരിശുദ്ധയാണ്, ലഡു പോലെ മധുരമുള്ളതാണ്, ഭാനുപ്രിയ പോലെ സുന്ദരിയാണെന്നൊക്കെ. അതോടെ നിനക്ക് കിട്ടാനുള്ള ജോലിയും പോയി കിട്ടും, അവൾ അമേരിക്കക്കാരൻ കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. സുഖം. അമേരിക്കക്കാരൻ അവളെ കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും. പിന്നല്ലാതെ. ഇവളെ കുറിച്ചുള്ള വിവരങ്ങൾ സത്യമായിട്ട് പറഞ്ഞാൽ അയാൾ തന്നെ ഇവളെ കെട്ടുമല്ലേ? അത് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ നീ പറഞ്ഞതുപോലെ പറഞ്ഞ ചിലപ്പോ അയാൾ അവളെ വേണ്ടാന്ന് വെക്കുമല്ലേ? എന്നാ പിന്നെ അങ്ങനെ പറയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞ് ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കണോ? അതൊന്നുമില്ല. അമേരിക്കക്കാരൻ കെട്ടിയില്ല എന്ന് കരുതി അവളുടെ ജീവിതം തകരാനൊന്നും പോകുന്നില്ല. എടാ, നിന്റെ സൂക്കേട് എനിക്ക് പിടി കിട്ടിയടാ. നിമോണിയ പിടിച്ച എനിക്ക് നിന്റെ ജലദോഷപ്പനി കണ്ടാൽ അറിഞ്ഞൂടെ? അവന്റെ ഫോട്ടോ നോക്കിയുള്ള ഒരു ഇരിപ്പും ഒരു ആലോചനയും. നീ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വെച്ച് കാച്ച്. നീ ഇവിടെ ഇരിക്കും, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അവൾക്കൊരു കാമുകനുണ്ടെന്നും സ്ഥിരമായി അവര് തമ്മിൽ കാണാറുണ്ടെന്നും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങാറുണ്ടെന്നും
ലോകത്തൊരു അമേരിക്കക്കാരനും വേർപെടുത്താൻ കഴിയാത്ത വിധത്തിൽ അവര് തമ്മിൽ അടുത്തു പോയിന്നൊക്കെ പൊടിപ്പും തൊങ്ങലും ചേർത്തങ്ങ് പറ. ഇത്ര പെട്ടെന്നൊരു സങ്കല്പ കാമുകനെ ഞാൻ എവിടെ നിന്നുണ്ടാക്കിയെടുക്കും? അതിന് ബുദ്ധിമുട്ടില്ല, എന്നെ തന്നെ സങ്കല്പിച്ചോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാ പിന്നെ എങ്ങും പോകണ്ട, നീ തന്നെ അവളുടെ കാമുകൻ. പപ്പയ്ക്ക് നാട്ടിൽ പോയി ഭാര്യയും കുട്ടികളും കാണണം തോന്നാറില്ലേ? അതെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല, കല്യാണം കഴിച്ചില്ല, അതിനുള്ള ടെൻഡൻസി ആയില്ല. അയ്യോ, MD ബോംബെയിൽ നിന്ന് എത്തിയില്ലേ? എത്തിയല്ലോ. എനിക്കൊന്ന് കാണണം. സാർ അല്പം ബിസിയാ. ഞാൻ അതിനേക്കാൾ ബിസിയാ. സുധീർ കുമാർ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയൂ. സർ, മിസ്റ്റർ സുധീർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. സുധീർ എപ്പോ വന്നാലും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, കേട്ടുവിട്ടോളൂ. ചെല്ലാൻ പറഞ്ഞു. വിശ്രമത്തിലാണല്ലടാ ചതിയ. അല്ലടാ, ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിന് നിർത്തി. ഇനി മേലിൽ നിന്റെ കൂടെ ഈ പരിപാടിക്ക് ഞാനില്ല. എന്ത് പോക്കൃത്തരോടാ നീ കാണിച്ചത്? ഒരുമാതിരി മെക്കിട്ട് കയറിയല്ലായിരുന്നു ആ പെണ്ണിന്റെ നേരെ. എന്നാൽ എനിക്കൊരു അപകടം വന്നപ്പോ നീ സ്വന്തം ആനത്തടി രക്ഷപ്പെടുത്താൻ നോക്കിയല്ലേ? എടാ, അവന്മാര് തടിയന്മാര് 4 പേര്, നമ്മള് 2 പേരും ഒറ്റക്ക്. വല്ലതും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അവന്മാരാ പെണ്ണിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയാ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ ആ സമയത്തെ പെർഫോമൻസ് കണ്ടപ്പോ എനിക്കും തോന്നിയതാ നിനക്കിട്ട് 2 തരാൻ. നിന്നെ പോലെ കണ്ണും കൈയും കാണിക്കാനും മതിലിന്റെ അരികിൽ നിന്ന് കുശുകുശുക്കാനും ഒന്നും എനിക്കറിയില്ല. നേരെ വാ നേരെ പോ, അതേ എനിക്കറിയാവൂ. അതല്ല വേണ്ടത്, വളഞ്ഞു പോ, എന്നാലേ പെണ്ണ് വളഞ്ഞു വരൂ. സ്നേഹഭവൻ. എടാ, ഇത് അനാഥാശ്രമമല്ലേ? ഇവിടെ എന്ത് കാര്യം? നമുക്കകത്ത് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അന്വേഷിക്കാനൊന്നുമില്ല, ഇത് അനാഥാശ്രമം തന്നെ. അതല്ലടാ, അവൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അതിന് നീ തനിക്ക് പോയാൽ മതി. കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ നിന്നെപ്പോലെ ഒരു മിടുക്കന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സൂചിപ്പിക്കല്ലേ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഞാൻ കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കാം. എന്തിന്? അവിടെ ആവുമ്പോ ഓടാൻ എളുപ്പമാണ്, ഓട്ടോറിക്ഷ കിട്ടും. ഉം. എന്റെ തടി കേടാകാതെ ഞാൻ നോക്കണമല്ലോ. ഏ? അല്ല, തടി എടുക്കുമ്പോഴേ നല്ലത് നോക്കി ഇങ്ങനെ കേടാവത്ത് എടുക്കണമെന്ന് ഇങ്ങനെ പറയായിരുന്നു. ആ. ആ. അയ്യോ, ആരുമല്ല, ഞാനാ. ഞാനോ? ആ. എന്താടാ? അല്ല, ഒന്നുമില്ല. ഞാനിവിടെ ഈ TV മോഷ്ടിക്കാൻ വന്നാണോ? അയ്യോ, മോഷ്ടിക്കാനല്ല. പിന്നെ? ഞാൻ ഈ സ്റ്റാർ ടിവിയുടെ ആളാ. നീ സ്റ്റാർ ടിവിയിലോട്ട് പോടാ. ഞങ്ങൾക്ക് ഇവിടെ സോണി TV ഉണ്ട്. അയ്യോ, അതല്ല അമ്മച്ചി. അമ്മച്ചിയോ? അല്ല, അമ്മായി. അമ്മായിയോ? അല്ല, ചേച്ചി. ചേച്ചിയാ? ഇനി നീ കാര്യം പറ. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? എന്തിനാടാ? ഞാൻ പോരെ? അല്ല, മതി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബോധമുള്ള ആരുമില്ലേ? എടാ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. ആ. നീ പറയടാ. ആ, അമ്മച്ചി ഇത് പിടിക്കും. ഏ? അല്ല, ചേച്ചി ഇങ്ങോട്ട് വാ, പറഞ്ഞുതരാട്ടാ. ഇത്രയും വലിയ വീട്ടിൽ ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല? അല്ലടെ ഒരു പൂച്ചക്കുട്ടി, നീ കാര്യം പറയടാ. ആ, പറയാം. ഇപ്പോ ചേച്ചിയുടെ ടിവിയിൽ ഈ മലയാളവും ഹിന്ദിയൊക്കെ അല്ലേ കാണാൻ പറ്റൂ, അല്ലേ? ഇതെന്തിനാണോ ഞാൻ ചുമക്കണേ? ആ, അത് ശരിയാ. എന്താ നിന്റെ അസുഖം? സാർ, എടാ, പോലീസുകാര് പോലും മര്യാദയ്ക്ക് കഴിയാൻ തുടങ്ങിയിരിക്കുന്ന ഈ കാലത്ത് എന്ത് ഭാവിച്ചാ നീ? സാർ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാർ എന്നോട് ഇങ്ങനെയൊക്കെ? പണക്കാരെന്ന് കേൾക്കുന്നത് നിനക്ക് വലിയ അലർജിയാണല്ലേ? സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാര്യവുമില്ലാതെ കാറ് തടഞ്ഞു നിർത്തി തട്ടിക്കളയും ഉരുട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അയാളോട്... പ്രകാശ് സാറിനോട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുമ്പോ കാശുകാരോട് തോന്നുന്ന ഒരുതരം വെറുപ്പ്, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഞാനും കുറച്ചാൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നതാ. പിന്നെ ഈ കാക്കിക്കകത്തായപ്പോഴാണ് ആ സോഷ്യലിസ്റ്റ് ഫോബിയയ്ക്ക് അല്പശമനം കിട്ടിയത്. ഇതൊക്കെ എന്നെയും നിന്നെയും പോലുള്ള ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളാണ്. പക്ഷെ തെറി വിളിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ഒന്നിനും ഒരു പരിഹാരമാവില്ല. സാർ, എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. പോലീസുകാർ പറയുന്നത് പ്രതികൾ കേട്ട ചരിത്രമേ ഉള്ളൂ, തിരിച്ചില്ല. അതല്ല സാർ, സാർ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പറയാ. ഞാൻ പ്രകാശ് സാറിനോട് അങ്ങനെയൊക്കെ പെരുമാറാനുണ്ടായ സാഹചര്യം സാർ ഒന്ന് മനസ്സിലാക്കണം, പ്ലീസ് സാർ. വാ. അപ്പ ഞാൻ വരട്ടെ. നിക്കണവിടെ. സുധീർ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സുധീറിനെ വിളിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. അല്ല, എനിക്ക് കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് കൊണ്ട്. അത് നീ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഊമക്കത്തുകൾ അയക്കുന്ന വലിയ ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്, പക്ഷെ ആർക്കും ഇതുവരെ അയക്കാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പൊ ഈ കത്ത് ഇത് ഞാൻ എഴുതിയതല്ല. ദേ നോക്ക്, ഇടിച്ചു തെളിയിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കും വേണ്ട, മര്യാദയ്ക്ക് സത്യം പറ. കൂട്ടുകാരന് ജോലി ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നീ കണ്ട കുറുക്കുവഴിയില്ലേ ഇത്? സാർ സത്യമായിട്ടും എന്താ സാർ